വേഗത്തിൽ 50 കോടി മഞ്ഞുമൽ ബോയ്സ്. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. വേഗത്തിൽ 50 കോടി ക്ലബ് മഞ്ഞുമൽ ബോയ്സ് ആദ്യ ഞായറാഴ്ചയിലെ റെക്കോർഡ് നേട്ടവും കടന്ന് മുന്നോട്ട് കുതിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സ്. ഇന്ന് പോലും മിക്ക തിയേറ്ററുകളും ഹൗസ്ഫുൾ ആണ്. തൃശ്ശൂർ നോക്കുമ്പോൾ തൃശ്ശൂരിൽ 2 തിയേറ്ററുകളിലും ഹൗസ്ഫുൾ ഷോയാണ് ഫസ്റ്റ് ഷോയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. അതും ഒരു തിങ്കളാഴ്ചയാണെന്ന് കൂടി ഓർക്കണം. ഇത് വല്ലാത്ത കുതിപ്പ് തന്നെയാണ്. മഞ്ഞുമൽ ബോയ്സ് യഥാർത്ഥത്തിൽ മലയാളം സിനിമ ഇൻഡസ്ട്രിയുടെ തന്നെ സീൻ മൊത്തം മാറ്റുന്ന ലക്ഷണമാണ് കാണുന്നത്. ആദ്യ ദിനങ്ങളിൽ പലരും ഇതിനെ പരിഹസിച്ചിരുന്നു, സീൻ മാറ്റാനുള്ളതൊന്നുമില്ലെന്ന്. ഞാനും അങ്ങനെയൊക്കെ കരുതിയിരുന്നു. പക്ഷേ ഇപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇത് കേരളവും വിട്ടുള്ള സീൻ മാറ്റലാണ് മക്കളെ. അത്രത്തോളം വലിയ മാറ്റം തന്നെയാണ് തമിഴ്നാട്ടിലൊക്കെ ഈ ചിത്രത്തിന് വലിയ ഓളം ഉണ്ടാക്കിയെടുക്കാൻ പറ്റി എന്നുള്ള കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. മഞ്ഞുമൽ ബോയ്സ് ഞായറാഴ്ച റെക്കോർഡ് നേട്ടമാണ് ഇട്ടിരിക്കുന്നത്. ജാനമൻ എന്ന വൻ വിജയം ചിത്രത്തിന് ശേഷം അതിന് സംവിധായകൻ ചിദംബരം ഒരുക്കിയ മഞ്ഞുമൽ ബോയ്സ് കേരളക്കര വാഴുകയാണ് അക്ഷരാർത്ഥത്തിൽ. യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച ഈ ചിത്രം കേരളത്തിന് പുറത്ത് മികച്ച പ്രകടനമാണ് ബോക്സ് ഓഫീസിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. റിലീസ് ചെയ്തിട്ടുള്ള ആദ്യ ഞായറാഴ്ച സിനിമയുടേതായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മഞ്ഞുമൽ ബോയ്സ് ഫെബ്രുവരി 25 ഞായറാഴ്ച അതിന്റെ കരുത്ത് കാണിച്ചു. റിലീസ് ദിവസം അല്ലാതെ മറ്റൊരു ദിവസം ഒരു മലയാള സിനിമ നേടുന്ന മികച്ച കളക്ഷൻ തന്നെയാണ് ഇതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആഭ്യന്തര ബോക്സ് ഓഫീസിൽ ഞായറാഴ്ച മഞ്ഞുമൽ ബോയ്സ് 4.70 കോടി രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. റിലീസായി 4ാമത്തെ ദിവസത്തെ കളക്ഷനാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതോടെ സിനിമ ആഭ്യന്തര ബോക്സ് ഓഫീസിൽ 15.50 കോടി രൂപ നേടിയെടുത്തു കഴിഞ്ഞു. മഞ്ഞുമൽ ബോയ്സ് ആഗോളതലത്തിൽ 3 ദിനങ്ങൾ കൊണ്ട് 26 കോടിയിലധികം രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. 4 ദിനങ്ങൾ കൊണ്ട് 30 കോടി കടക്കുമെന്നും പറയപ്പെടുന്നു. സിനിമയുടെ ഞായറാഴ്ചത്തെ മലയാളം ഓക്യുപ്പേഷൻ 71.02% തുടർച്ചയായി 70% ഓക്യുപ്പേഷൻ നിലനിർത്തുന്ന സിനിമകളിൽ ഒന്നായി ഇത് മാറുകയും ചെയ്തു. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സ്. മഞ്ഞുമൽ ബോയ്സ് സൺഡേ ബോക്സ് ഓഫീസിൽ എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കി എന്നതാണ് ഏറ്റവും വലിയ നേട്ടമായി ചിത്രത്തിനെ കാണുന്നത്. പ്രേമലവും ബ്രഹ്മയുഗവും വൻ അഭിപ്രായങ്ങൾ നേടി അത്യാവശ്യം തിയേറ്ററുകൾ നിറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോഴും പ്രദർശനം തുടരുകയാണ്. ഇത്തരം കോമ്പറ്റീഷനിടയിലാണ് ഈ ഒരു കൊച്ചു ചിത്രം വൻ സംഭവമായി മാറുന്ന കാഴ്ച കാണുന്നത്. മഞ്ഞുമൽ ബോയ്സ് അക്ഷരാർത്ഥത്തിൽ മലയാളം കണ്ട എക്കാലത്തെയും വലിയ വിജയ ചിത്രമായി മാറാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത്. കാത്തിരിക്കുന്നു ഈ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ വരുമ്പോൾ നിങ്ങളുമായി പങ്കുവെക്കുവാനായി. ഒരു കാര്യം ഉറപ്പിക്കാം, ചിത്രം വലിയ സർപ്രൈസ് ആയിട്ട് മാറുകയാണ്. സർപ്രൈസ് ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് ഒരുപക്ഷെ ഈ ചിത്രം നടന്നെടുത്തേക്കും എന്ന് തന്നെ കരുതപ്പെടുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.